കോഴിക്കോട് കോർപ്പറേഷനിൽ 45 സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് ബി.ജെ.പി. മഹിളാ മോർച്ച സംസ്ഥാന പ്രസിഡന്റ് നവ്യ ഹരിദാസ് കാഴപ്പറമ്പ് വാർഡിൽ മത്സരിക്കും. മേയർ സ്ഥാനാർത്ഥിയെ പിന്നീട് പ്രഖ്യാപിക്കുമെന്ന് കെ. സുരേന്ദ്രൻ പറഞ്ഞു. 76 സീറ്റിൽ 45 സീറ്റുകളിലെ സ്ഥാനാർത്ഥികളെയാണ് ഇന്ന് ഞങ്ങൾ പ്രഖ്യാപിക്കുന്നത്. 2 ദിവസത്തിനകം ബാക്കി സീറ്റുകളിലെ സ്ഥാനാർത്ഥികളെ കൂടെ പ്രഖ്യാപിക്കും. പറയാം, ബാക്കി എല്ലാ സ്ഥാനാർത്ഥിയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ദീപക് ധർമ്മടം വിവരങ്ങൾ നൽകും. കോഴിക്കോട്ട് നിന്ന് ദീപക്, ബി.ജെ.പി. പട്ടികയിൽ സർപ്രൈസ് ഉണ്ടോ? നിലവിൽ സർപ്രൈസ് ഒന്നും തന്നെ ഇല്ല. മാത്രവുമല്ല, ബി.ജെ.പിയുടെ പ്രവർത്തകർ തന്നെയാണ് ഈ 45 സ്ഥാനാർത്ഥികളിലും വന്നിരിക്കുന്നത്. അതിൽ നിലവിൽ കൗൺസിലർമാരായ 3 പേരുണ്ട്. അതിൽ നവ്യ ഹരിദാസിൻ്റെ കാര്യമാണ് എടുത്തു പറയേണ്ടത്. യഥാർത്ഥത്തിൽ ബി.ജെ.പി. മേയർ സ്ഥാനാർത്ഥി ആരാണെന്ന് ഇപ്പോൾ പറയാൻ തയ്യാറായില്ലെങ്കിലും നവ്യ ഹരിദാസ് മഹിളാ മോർച്ചയുടെ സംസ്ഥാന അധ്യക്ഷയായ വയനാട്ടിൽ പ്രിയങ്ക ഗാന്ധിക്കെതിരെ ബി.ജെ.പി. കളത്തിലിറക്കിയ നവ്യ ഹരിദാസ് ആയിരിക്കും കോഴിക്കോട് ബി.ജെ.പിയുടെ മേയർ സ്ഥാനാർത്ഥി എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന സൂചന. പക്ഷേ എന്നാൽ 45 കഴിഞ്ഞുള്ള മറ്റു വാർഡുകളിലേക്ക് ഘടകകക്ഷികളെ കൂടി ഉൾപ്പെടുത്തിയുള്ള പട്ടിക പ്രഖ്യാപിച്ചതിന് ശേഷം മാത്രമായിരിക്കും ആരാണ് മേയർ സ്ഥാനാർത്ഥി എന്ന് ബി.ജെ.പി. പറയുക. ഈ കാര്യം കെ. സുരേന്ദ്രനോട് ചോദിച്ചപ്പോഴും പട്ടിക മുഴുവൻ പൂർത്തിയായിട്ട് പറയാം എന്നുള്ളതാണ് പറഞ്ഞത്. പക്ഷേ എന്നാൽ ബി.ജെ.പി. ചില സർപ്രൈസുകൾക്കുള്ള സാധ്യതകൾ തേടുന്നുണ്ട്. പൊതു സ്വീകാര്യതയുള്ള ചില മുഖങ്ങളെ അവർ ശ്രമിക്കുന്നുണ്ട്. ഈ മോഡി പ്രഭാവത്തിൽ ആകൃഷ്ടരാകുന്നവർ ഉണ്ടോ എന്നുള്ള പരിശോധനയിലാണ് അത്തരത്തിലുള്ള, അതായത് തിരുവനന്തപുരത്ത് DGP ആർ ശ്രീലേഖ ഇറക്കിയതുപോലെ ഒരു സ്ഥാനാർത്ഥിയെ കോഴിക്കോട് ഇറക്കാനുള്ള ശ്രമം അവർ നടത്തുന്നുണ്ട്. പക്ഷേ ആ ശ്രമം ഇതുവരെ പൂർത്തിയാകാത്തതുകൊണ്ടാണ് ആദ്യഘട്ട പട്ടികയിൽ ബി.ജെ.പി. പ്രവർത്തകർ മാത്രം സ്ഥാനാർത്ഥികളാവുന്ന ഒരു പട്ടിക വന്നിരിക്കുന്നത്. അതിൽ നിലവിലുള്ള സ്ഥാനാർത്ഥികൾ 3 പേരുണ്ട്. അത് വായിക്കുമ്പോൾ നമുക്ക് തറമ്പാട്ടുതാഴം 9ാം ഡിവിഷനിൽ അനൂപ് കെ ജോർജ്, അതുപോലെ വേങ്ങേരിയിൽ ആതിര, പൂളക്കടവിൽ സുധീഷ് കുമാർ, വെള്ളിമാടുകുന്നിൽ രേഖ ഷാജി, മൂഴിക്കലിൽ കൃഷ്ണേന്ദു, ചെലവൂരിൽ രമ്യ, മായനാട് സുബ്രഹ്മണ്യൻ, അങ്ങനെ നീളുകയാണ് 45 സ്ഥാനാർത്ഥികൾ. ഇതിൽ 3 പേരാണ് നിലവിൽ കൗൺസിലർമാരായവർ മത്സരിക്കുന്നത്. നവ്യ ഹരിദാസ് മഹിളാ മോർച്ച പ്രസിഡന്റ് തന്നെയായിരിക്കും മേയർ സ്ഥാനാർത്ഥി എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അതായത് നിലവിൽ 2 പേരാണ് കൗൺസിലർമാർ ആയിട്ടുള്ളവർ മത്സരിക്കുന്നത്. 3 പേരല്ല, 2 പേരാണ് മത്സരിക്കുന്നത് വിജയകുമാർ. ഇതിൽ നവ്യ ഹരിദാസ് മേയർ സ്ഥാനാർത്ഥിയാകുമെന്ന് നമുക്ക് ഏതാണ്ട് ഉറപ്പിക്കാൻ സാധിക്കും. വിജയകുമാർ. ദീപക് ധർമ്മടമാണ് വിവരങ്ങൾ നൽകിയത് കോഴിക്കോട്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.